പരിശുദ്ധ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്ന നമുക്ക് ആരാണ് യഥാർത്ഥ മാതൃക? നമ്മുടെ മുതിർന്നവരാണോ, അധികാരികളാണോ, വിശുദ്ധരാണോ, ത്രിത്വം തന്നെയാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ത്രിത്വം തന്നെയാണ് മാതൃകയെന്ന് നിസ്സംശയം പറയാം. വിശുദ്ധൻ നമുക്ക് ചില കാര്യങ്ങളിൽ മാതൃകയാണ്, എന്നാൽ പരിപൂർണ മാതൃകയല്ല. പരിശുദ്ധ ത്രിത്വമാകട്ടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ ചിത്രത്തെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് തൻ്റെ തിയോളജി തീസിസിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: പിതാവ് നേരെ ഇരിക്കുന്നു, അതായത് എല്ലാവരിലും ഉന്നതൻ. അവിടുത്തെ വലതുകരം ഒരു അടയാള രൂപത്തിൽ അല്ലെങ്കിൽ ആശീർവാദ രൂപത്തിൽ ഉയർത്തിയ മുട്ടുകാലിന് മീതെ പുത്രനെ ചൂണ്ടുന്നു. പുത്രൻ പിതാവിൻ്റെ അടയാളം നോക്കി ഞാൻ അത് സ്വീകരിക്കാമെന്ന മട്ടിൽ തല കുനിക്കുന്നു. അതേസമയം പുത്രൻ തൻ്റെ അനുഗ്രഹീതമായ കരം കൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന കാസ ചൂണ്ടുന്നു. എന്നാൽ കൈയുടെ ചലനം പരിശുദ്ധാത്മാവിൻ്റെ നേർക്കും തിരിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരം മേശയിൽ യേസ് പറയുന്ന വിധത്തിൽ, അതായത് പിതാവിൻ്റെ ഇഷ്ടത്തിനും പുത്രൻ്റെ ഉത്തരത്തിനുമായി വച്ചിരിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ ചലനം പരിശുദ്ധാത്മാവിൽ ചെന്ന് അവസാനിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും നേരെ തലകുനിക്കുന്നു. അങ്ങനെ ഒരു സർക്കിൾ മൂവ്മെൻറ്റ് തുടരുന്നു. പടത്തിൽ പുത്രൻ പിതാവിനേക്കാളും പരിശുദ്ധാത്മാവിനേക്കാളും അല്പം ഉയരത്തിലാണ് ഇരിക്കുന്നത്. എന്തെന്നാൽ പുത്രൻ മഹത്വീകരിക്കപ്പെട്ടു. പിതാവിൻ്റെ മഹത്വം പുത്രനാണ്. പിതാവ് തൻ്റെ ആഗ്രഹം പുത്രനെ അറിയിക്കുന്നു. പുത്രൻ പറയുന്നു, എൻ്റെ ഭക്ഷണം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്, അവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കലും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോയമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ ഓരോ വ്യക്തികളും പരസ്പരം തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂർണ്ണമായ പങ്കുവയ്ക്കൽ നമ്മളിവിടെ കാണുന്നു. ചിത്രത്തിൽ പിതാവാണ് നടുക്കിരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ നടുക്ക് അല്പം ഉയർന്നിരിക്കുന്നത് പുത്രനാണ്. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വം പുത്രനാണ്. പുത്രനാകട്ടെ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളോട് പരിപൂർണ വിധേയത്വവും. നമ്മുടെ കത്തോലിക്ക വിശ്വാസം ഈ നോമ്പുകാലത്ത് നമ്മൾ പുനഃപരിശോധിക്കുകയും ക്രമീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ മാതൃക. സഹോദരരെ, നമ്മളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായി കാണണമെന്ന് ഈശോ പഠിപ്പിച്ചതും അതേ കാര്യത്തിൽ നിന്നാണല്ലോ. എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ നോമ്പുകാലം ഏറ്റവും ഉറപ്പുള്ള മനസ്സോടെ കർത്താവിനെ സമീപിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ.